വരുന്നു മക്കളെ ചലഞ്ചേഴ്സ് ഹോട്ടൽ ടാസ്ക്. ഏറ്റവും ആദ്യത്തെ സീസണിൽ നിന്ന് ഒരാളും ഏറ്റവും അവസാനത്തെ സീസണിൽ നിന്നും ഒരാളും വന്നാൽ എങ്ങനെ ഉണ്ടാവും? അറിഞ്ഞിട്ടുണ്ട്, വിവരങ്ങൾ പറയാം, അറിയണ്ടേ? സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അങ്ങനെ നമ്മുടെ വരാൻ പോകുന്ന നെക്സ്റ്റ് വീക്കിൽ ഹോട്ടൽ ടാസ്ക് വരാൻ പോവുകയാണ്. ഹോട്ടൽ ടാസ്കിൽ മൊത്തത്തിൽ 4 ഗസ്റ്റുകളാണ്, 4 ചലഞ്ചേഴ്സ് വരാൻ പോവുകയാണെന്നാണ് അറിഞ്ഞത്. അതിനിപ്പം ഹോട്ടൽ ടാസ്കിൽ മാത്രമായിട്ടാണോ അതോ ഇനി ഈ വരുന്ന ആഴ്ചയിൽ 2 പേര്, അടുത്ത ആഴ്ചയിൽ 2 പേര്, അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു 4 ചലഞ്ചേഴ്സിന്റെ കാര്യം കേൾക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ഹോട്ടൽ ടാസ്ക് നാളെ തുടങ്ങുമായിരിക്കും കേട്ടോ. ഹോട്ടൽ ടാസ്കിലൂടെ ഒരു ചലഞ്ചർ വരുന്നുണ്ട്. അതിപ്പോൾ സീസൺ 1 ഷിയാസ് കരീം ആണെന്നാണ് ഞാൻ അറിയുന്നത്. നമുക്ക് നോക്കാം ഷിയാസ് കരീം തന്നെയാണോ വരാൻ പോകുന്നതെന്നുള്ളത്. പിന്നെ സീസൺ 6 ശരണ്യയുടെ പേരും ഇതുപോലെ തന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഷിയാസ് കരീമും ശരണ്യയും. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം ഈ പറയുന്നത് പോലെ ഹോട്ടൽ ടാസ്ക് ചലഞ്ചേഴ്സ് ഒക്കെ വളരെ നേരത്തെയാണ് അല്ലേ? കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്നു 50ാമത്തെ ദിവസം 51ൻ്റെ അന്നാണ് വന്നത്. ഇപ്രാവശ്യം 7th വീക്കിൽ തന്നെ വരുന്നു. 7ാം ആഴ്ച 7ൻ്റെ പണി. അതുപോലെ തന്നെ ചലഞ്ചേഴ്സ് ആദ്യഘട്ടത്തിൽ 2 പേരുടെ പേരാണ് ഇപ്പൊ കേൾക്കുന്നത്, ഷിയാസ് കരീമിന്റെയും ശരണ്യയുടേതും. ഷിയാസ് കരീമിന്റെ നിങ്ങളൊരു 95% ഉറപ്പിച്ചോ? ഷിയാസ് കരീമിൻ്റെത്. ശരണ്യയുടെ കാര്യം എനിക്ക് അത്ര ഒരു ഉറപ്പില്ല. പിന്നെ ശോഭ വിശ്വനാഥ് വെച്ചിരുന്നോ? സൈഡിലേക്ക് നിങ്ങൾ മാറ്റി വെച്ചോ ശോഭ വിശ്വനാഥ്. ഇത് വീണ്ടും ട്രഡീഷണലിസ്റ്റ് പോലെ ആയല്ലേ? എടേ ഷിയാസ് ഉണ്ടെന്ന് കേൾക്കുന്നു, ശരണ്യ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, ശോഭയുടെ പേരും കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ പറയാം. ഹോട്ടൽ ടാസ്ക് ആണ് നാളെ മുതൽ എന്ന് അറിയുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.